അപ്പോൾ ഈ എസ് എന്ന് പറയുന്നത് സബ് സ്പേസ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്? ക്രൈറ്റീരിയ ഫോർ എ സബ് സ്പേസ് ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? എസ്സിലെ 2 എലമെൻറ്റ് എടുക്കണം. എസ്സിലെ എലമെൻറ്റിൻ്റെ ഫോം എന്താണ്? പി ഓഫ് എക്സ് ആണ്. അപ്പോൾ നമ്മൾ 2 എലമെൻറ്റ്സ് എടുക്കുക. പി ഓഫ് എക്സും ക്യൂ ഓഫ് എക്സും എസ്സിലത്തെ എലമെൻ്റ് ആക്കിയിട്ട് എടുക്കുക. ഓക്കെ, പി ഓഫ് എക്സ് ക്യൂ ഓഫ് എക്സ് എലമെൻറ്റ് ഓഫ് എസ് എടുത്തു. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു സെറ്റ് സബ് സ്പേസ് ആണോ എന്ന് നോക്കണമെങ്കിൽ ഫസ്റ്റ് നമ്മൾ എന്ത് പറയണം? ആ സെറ്റ് നോൺ എംപ്റ്റി സെറ്റ് ആണെന്ന് പറയണം. ഇപ്പോൾ പി എന്ന് പറഞ്ഞാൽ എന്താണ്? പി എൻ ഒരു വെക്ടർ സ്പേസ് ആണെന്ന് നമ്മൾ പറഞ്ഞു. വിച്ച് റെസ്പെക്ട് ടു ദ അഡിഷൻ ആൻഡ് സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് പോളിനോമിയൽസ്. ഒരു പോളിനോമിയലിൽ എങ്ങനെയാണോ അഡിഷനും മൾട്ടിപ്ലിക്കേഷനും നമ്മൾ ചെയ്യുക, അപ്പോൾ ആ ഓപ്പറേഷനിൽ പി എന്ന് പറയുന്ന ഒരു വെക്ടർ സ്പേസ് ആണ്. അപ്പോൾ പി ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ്? ഒരു പോളിനോമിയലാണ് അല്ലേ? പി എന്ന് പറഞ്ഞാൽ പോളിനോമിയൽസിൻ്റെ കളക്ഷനാണ്. അപ്പോൾ പി ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ്? ഒരു പോളിനോമിയലാണ്. ഇപ്പോൾ നമുക്ക് വേണം നോൺ എംപ്റ്റി ആണോ എന്ന് നോക്കണം അല്ലേ? ഈ എസ് നോൺ എംപ്റ്റി ആണോ എന്ന് നോക്കണം. എസ്സിലുള്ള എലമെൻസിൻ്റെ ഫോം പി ഓഫ് എക്സ് ആണ്. പി ഓഫ് 1 0 ആയിരിക്കണം, പി ഓഫ് 3 0 ആയിരിക്കണം. അപ്പോൾ നമുക്കറിയാം ഏതൊരു സെറ്റ് എടുത്താലും നമ്മൾ എന്ത് പറഞ്ഞു? 0 സ്പേസും അതുപോലെ തന്നെ വിയും, അത് ഏതാണോ സെറ്റ് അത് തന്നെ അതിൻ്റെ ഒരു സബ് സ്പേസ് ആണെന്ന് നമ്മൾ പറഞ്ഞു. പക്ഷെ ഇവിടെ നമുക്ക് വേണ്ട എന്താണ്? എസ്സിലത്തെ ഒരു എലമെൻറ്റ്, മിനിമം ഒരു എലമെൻ്റ് എങ്കിലും ഉണ്ടാവണം അല്ലേ? അപ്പോൾ പി ഓഫ് എക്സ് ആണ് എസ്സിലുള്ള സെറ്റ്, എസ്സിലുള്ള എലമെൻസിൻ്റെ ഫോം പി ഓഫ് എക്സ് ആണ്. അപ്പോൾ 0 ഓഫ് എക്സ് എന്താണ്? 0 പോളിനോമിയൽ. 0 ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? 0. 0 ഓഫ് 1 കൊടുത്താലും എന്താ കിട്ടുക? 0 ആണ് കിട്ടുക. 0 ഓഫ് 3 കൊടുത്താലും എന്ത് തന്നെയാണ് കിട്ടുക? 0 തന്നെയാണ് കിട്ടുക. അപ്പോൾ 0 ഓഫ് എക്സ് എന്തിനാണ് ഉണ്ടാവുക? എസ്സിന് ഉണ്ടാവും അല്ലേ? 0 ഓഫ് 1 കൊടുത്താൽ 0 പോളിനോമിയൽ എന്ന് വെച്ചാൽ എന്താ? 0 എന്നാണ് മീനിങ്. അപ്പോൾ 0 ഓഫ് 1 ചെയ്താലും 0 ആണ്, 0 ഓഫ് 3 ചെയ്താലും 0 ആണ്. സോ നമുക്ക് എന്താ പറയാം? 0 ഓഫ് എക്സ് ബിലോങ്സ് ടു എസ്. അപ്പോൾ 0 പോളിനോമിയൽ എസ്സിലുണ്ട്, അതുകൊണ്ട് തന്നെ എസ് എന്താണ്? നോൺ എംപ്റ്റി ആണ്. ഇനി നമുക്ക് 2 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ നോക്കാം. അപ്പോൾ ഫസ്റ്റ് കണ്ടീഷൻ എന്താണ്? ഇപ്പോൾ നമ്മൾ എക്സാമ്പിൾ പറഞ്ഞത് എന്താ? എക്സും വൈയും ഡബ്ല്യൂവിലുണ്ടെങ്കിൽ എക്സ് പ്ലസ് വൈ എവിടെ ഉണ്ടാവണം? ഡബ്ല്യൂവിലുണ്ടാവണം. അതാണ് ഫസ്റ്റ് ക്രൈറ്റീരിയ എന്നുള്ളത്. അപ്പോൾ ഇവിടെ ഡബ്ല്യൂവിന് പകരമുള്ളത് എസ് ആണ്. എസ്സിലുള്ള എലമെൻറ്റ്സിൻ്റെ ഫോം പി ഓഫ് എക്സ് എന്നാണ്. അപ്പോൾ നമ്മൾ 2 എലമെൻറ്റ് എടുത്തു. പി ഓഫ് എക്സ് ക്യൂ ഓഫ് എക്സ് ബിലോങ്സ് ടു എസ്. അപ്പോൾ എക്സിനും വൈക്കും പകരം ഇവിടെ ഉള്ളത് പി ഓഫ് എക്സും ക്യൂ ഓഫ് എക്സും ആണ് എസ്സിലുള്ളത്. ഇനി നമുക്ക് എന്ത് വേണം? ഇതിൻ്റെ സമ്മ് പി ഓഫ് എക്സ് പ്ലസ് ക്യൂ ഓഫ് എക്സ്. ഇനി നമുക്ക് പി പ്ലസ് ക്യൂ ഓഫ് എക്സ് എന്ന് എഴുതാം. പി പ്ലസ് ക്യൂ ഓഫ് എക്സ് എവിടെ ഉണ്ടെന്ന് പ്രൂവ് ചെയ്യണം? എസ്സിലുണ്ട് എന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ പി ഓഫ് എക്സും ക്യൂ ഓഫ് എക്സും എസ്സിൽ എലമെൻ്റ് ആണെങ്കിൽ എസ്സിൽ എങ്ങനെയുള്ള എലമെൻറ്റ്സാണ് ഉണ്ടാവുക? പി ഓഫ് 1 0, പി ഓഫ് 3 0 ആയിട്ടുള്ളത്. അപ്പോൾ പി ഓഫ് എക്സും ക്യൂ ഓഫ് എക്സും എസ്സിലുള്ള എലമെൻ്റ് ആണെങ്കിൽ പി ഓഫ് എക്സ് എസ്സിലുണ്ടെങ്കിൽ പി ഓഫ് 1 0 ആയിരിക്കും, പി ഓഫ് 3 0 ആയിരിക്കും. ക്യൂ ഓഫ് എക്സ് എസ്സിൽ എലമെൻ്റ് ആണെങ്കിൽ ക്യൂ ഓഫ് 1 0 ആണ്, ക്യൂ ഓഫ് 3 0 ആണ്. നമുക്ക് വേണ്ടത് പി പ്ലസ് ക്യൂ ഓഫ് എക്സ് ആണ്. പി പ്ലസ് ക്യൂ ഓഫ് എക്സ് എസ്സിൽ ഉണ്ടാവണമെങ്കിൽ എന്താ കണ്ടീഷൻ? പി പ്ലസ് ക്യൂ ഓഫ് 1 0 ആയിരിക്കണം, പി പ്ലസ് ക്യൂ ഓഫ് 3 0 ആയിരിക്കണം. അപ്പോൾ നമ്മളത് ചെക്ക് ചെയ്യുക. പി പ്ലസ് ക്യൂ ഓഫ് 1 എന്താ വരിക? പി ഓഫ് 1 പ്ലസ് ക്യൂ ഓഫ് 1 ഇറ്റ് ഇസ് ഈക്വൽ ടു പി ഓഫ് 1 0 ആണ്, ക്യൂ ഓഫ് 1 0 ആണ്. സോ 0 പ്ലസ് 0 0. ഇനി അടുത്തത് പി പ്ലസ് ക്യൂ ഓഫ് 3 0 ആണോ നോക്കണം. പി പ്ലസ് ക്യൂ ഓഫ് 3 ഈക്വൽ ടു എന്താണ്? പി ഓഫ് 3 പ്ലസ് ക്യൂ ഓഫ് 3 ആണ്. പി ഓഫ് 3ൻ്റെ വാല്യൂ 0, ക്യൂ ഓഫ് 3ൻ്റെ വാല്യൂ 0. അപ്പോൾ 0 പ്ലസ് 0 0. അപ്പോൾ പി പ്ലസ് ക്യൂ ഓഫ് എക്സ് എസ്സിലുണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ചെക്ക് ചെയ്തതാണ് എന്ത്? പി പ്ലസ് ക്യൂ ഓഫ് എക്സ് എസ്സിൽ ഉണ്ടാവണമെങ്കിൽ പി പ്ലസ് ക്യൂ ഓഫ് 1 0 ആയിരിക്കണം, പി പ്ലസ് ക്യൂ ഓഫ് 3 0 ആയിരിക്കണം. അത് 2 0 ആണെന്ന് കിട്ടി. സോ നമുക്ക് എന്താ പറയുക? പി പ്ലസ് ക്യൂ ഓഫ് എക്സ് ബിലോങ്സ് ടു എസ്, എസ്സിലത്തെ ഒരു എലമെൻ്റ് ആണെന്ന് കിട്ടി. നെക്സ്റ്റ് കണ്ടീഷൻ എന്താണ്? എക്സ് ഡബ്ല്യൂവിലെ എലമെൻ്റ് ആണ്. കെ ഈസ് എനി സ്കേലാർ. നമുക്ക് സ്കേലാറിന് പകരം എന്ത് വേണമെങ്കിൽ ഇപ്പോൾ ആൽഫ ബീറ്റ എന്നൊക്കെ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. ഞാനിവിടെ ആൽഫയാണ് എടുത്തിട്ടുള്ളത്, വേണമെങ്കിൽ കെ തന്നെ എടുക്കാം. പോളിനോമിയൽ ആയതുകൊണ്ടാണ് നമ്മൾ ആൽഫ എന്ന് ജസ്റ്റ് ചൂസ് ചെയ്തു എന്നേ ഉള്ളൂ. അപ്പോൾ എക്സ് ഡബ്ല്യൂത്തെ എലമെൻ്റ് ആണെങ്കിൽ ഒരു സ്കേലാർ കൊണ്ട് എക്സിനെ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ആൽഫയാണ് എടുക്കുന്നതെങ്കിൽ ആൽഫ എക്സ് അവിടെ തന്നെ ഉണ്ടാവണം, ഡബ്ല്യൂവിൽ തന്നെ ഉണ്ടാവണം. അപ്പോൾ നമുക്ക് എസ് ആണ് സബ് സ്പേസ് ആണെന്ന് നോക്കേണ്ടത്. സോ എസ്സിലൊരു എലമെൻ്റ് എടുത്തു പി ഓഫ് എക്സ്. പി ഓഫ് എക്സ് എസ്സിലത്തെ എലമെൻ്റ് ആണെങ്കിൽ പി ഓഫ് 1 0 ആയിരിക്കും, പി ഓഫ് 3 0 ആയിരിക്കും. പി ഓഫ് 1 0 ആണെങ്കിൽ ഏതൊരു കോൺസ്റ്റൻറ്റ് കൊണ്ട് പി ഓഫ് 1നെ മൾട്ടിപ്ലൈ ചെയ്താലും അതെന്തായിരിക്കും? 0 ആയിരിക്കും. അതുപോലെ പി ഓഫ് 3 0 ആണെങ്കിൽ ഒരു കോൺസ്റ്റൻറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും അതെന്താണ്? 0 ആയിരിക്കും. അപ്പോൾ ആൽഫ പി ഓഫ് 1 0, ആൽഫ പി ഓഫ് 3 0 എന്ന് വെച്ചാൽ മീനിങ് എന്താണ്? ആൽഫ പി ഓഫ് എക്സ് എവിടെ ഉണ്ടാവും? എസ്സിലുണ്ടാവും അല്ലേ? ആൽഫ എക്സ് ഡബ്ല്യൂയുടെ എലമെൻ്റ് ആണെന്ന് പറയണമെങ്കിൽ എലമെൻ്റ് ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. അപ്പോൾ ഇവിടെ എന്താണ്? പി ഓഫ് എക്സ് ആണ് എസ്സിലത്തെ എലമെൻ്റ് എടുത്തത്. പി ഓഫ് എക്സ് എസ്സിൽ ഉണ്ടാവണമെങ്കിൽ അത് എന്ത് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം?
പി ഓഫ് 1 0, പി ഓഫ് 3 0. നമുക്ക് വേണ്ടത് ആൽഫ പി ഓഫ് എച്ച് എസ്സിൽ ഉണ്ടാവണം എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ആൽഫ പി ഓഫ് എച്ച് എസ്സിൽ ഉണ്ടാവണം നോക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ആൽഫ പി ഓഫ് 1 0, ആൽഫ പി ഓഫ് 3 0 ആണെന്ന് നോക്കാം. 2 0 ആണെന്ന് കിട്ടി. സോ നമുക്ക് പറയാം ആൽഫ പി ഓഫ് എച്ച് ബിലോങ്സ് ടു എസ്. ഇപ്പോൾ 2 കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ ബൈ ക്രൈറ്റീരിയ നമുക്ക് എന്ത് പറയാം? എസ് ഈസ് എ സബ്സ്പേസ് ഓഫ് പി എൻ എന്ന് പറയാം. ഓക്കെ, ഇനി നെക്സ്റ്റ് ഡെഫിനിഷൻ ആണ് ലീനിയർലി ഇൻഡിപെൻഡൻസ്. ഒരു സെറ്റ് ഓഫ് വെക്ടർ എപ്പോഴാണ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെന്ന് പറയാം, അതുപോലെ തന്നെ ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആണെന്ന് പറയാം. അപ്പോൾ ഡെഫിനിഷൻ നോക്കാം. എ സെറ്റ് ഓഫ് വെക്ടേഴ്സ് h1 h2 എക്സെട്ര hn, ജനറൽ കേസാണ് പറയുന്നത്. n എലമെൻറ്റ്സ് ഉള്ളൊരു വെക്ടറാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. എ സെറ്റ് ഓഫ് വെക്ടേഴ്സ് h1 h2 എക്സെട്ര hn ഈ സെറ്റ് ടു ബി ലീനിയർലി ഇൻഡിപെൻഡൻറ്റ്. ഈ വെക്ടറിനെ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് എന്ന് പറയണമെങ്കിൽ ഇഫ് ദ ഓൺലി കോൺസ്റ്റൻറ്റ് സാറ്റിസ്ഫൈയിങ് ദ ഇക്വേഷൻ k1 h1 plus k2 h2 plus etc plus kn hn equal to 0 or k1 equal to 0, k2 equal to 0, etc kn equal to 0. If the set of vectors is not linearly independent, then it is said to be linearly dependent. അപ്പോൾ h1 h2 etc hn എന്ന് പറയുന്ന സെറ്റ് ഓഫ് വെക്ടേഴ്സ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന കണ്ടീഷൻ എന്താണ്? ഈ ഓരോ എലമെൻസിൻ്റെയും കൂടെ ഒരു കോൺസ്റ്റൻറ്റ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ നമ്മൾ k1 k2 എക്സെട്ര kn ആണ് കോൺസ്റ്റൻ്റ് ആയിട്ട് എടുക്കുന്നത്. ഇനി k1 h1 പ്ലസ് k2 h2 പ്ലസ് എക്സെട്ര പ്ലസ് kn hn ഈക്വൽ ടു 0 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇതെപ്പോഴേ 0 ആവുള്ളൂ? ഓരോ kകളും ഈക്വൽ ടു 0 ആണെങ്കിൽ മാത്രമാണ് ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നതെങ്കിൽ, അതായത് k1 h1 പ്ലസ് k2 h2 പ്ലസ് എക്സെട്ര kn hn ഈക്വൽ ടു 0 ഇംപ്ലൈസ് ഓരോ kകളുടെ വാല്യൂയും 0, k1 k2 എക്സെട്ര kn 0 ആണെങ്കിൽ നമ്മൾ എന്ത് പറയും? ഈ സെറ്റ് ഓഫ് വെക്ടേഴ്സ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെന്ന് പറയും. അതല്ലെങ്കിൽ, അതായത് ഒരു k എങ്കിലും നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ നമ്മൾ എന്ത് പറയും? സെറ്റ് ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആണെന്ന് പറയും. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ എടുക്കുന്ന സെറ്റ് 1, 2 2 എലമെൻ്റ് ഉള്ളൊരു സെറ്റ് എടുത്തു. ഇത് എവിടുത്തെ സെറ്റാണ്? റിയൽ ലൈനാണ്. റിയൽ ലൈനിൽ 2 എലമെൻ്റ് എടുത്തിട്ടുണ്ട്. 1, 2 6 എലമെൻറ്റ്സ് ആണ് 1ഉം 2ഉം. ഓക്കെ, 1, 2 ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണോ ഡിപ്പെൻഡൻ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? 2 കോൺസ്റ്റൻ്റ് എടുക്കണം, k1ഉം k2ഉം. k1 ഇൻറ്റു ഫസ്റ്റ് എലമെൻറ്റ് പ്ലസ് k2 ഇൻറ്റു സെക്കൻഡ് എലമെൻറ്റ് ഈക്വൽ ടു 0 എന്ന് കൊടുക്കാം. അപ്പോൾ എന്ത് വരും? k1 ഇൻറ്റു 1 k1 പ്ലസ് k2 ഇൻറ്റു 2 2k2 ഈക്വൽ ടു 0. അപ്പോൾ ഒരു ഇക്വേഷൻ നമുക്ക് കിട്ടി k1 പ്ലസ് 2k2 ഈക്വൽ ടു 0. ഇത് k1 ഈക്വൽ ടു ദിസ് ഇംപ്ലൈസ് k1 ഈക്വൽ ടു 0 k2 ഈക്വൽ ടു 0 എന്ന് മാത്രമേ കിട്ടൂ. അതായത് ഈ ഇക്വേഷനിൽ k1 ഈക്വൽ ടു 0 k2 ഈക്വൽ ടു 0 എന്ന് കൊടുത്താൽ മാത്രമേ ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുള്ളൂ എങ്കിൽ നമ്മൾ എന്ത് പറയും? 1, 2 ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെന്ന്, അതർവൈസ് ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആണെന്നാണ് പറയുക. ഇപ്പോൾ നമുക്ക് k1 ഈക്വൽ ടു 0 k2 ഈക്വൽ ടു 0 കൊടുത്താൽ 0 പ്ലസ് 0 0 എന്ന് കിട്ടും. പിന്നെ k1 ഈക്വൽ ടു -2ഉം k2 ഈക്വൽ ടു 1ഉം ആണ് കൊടുത്തതെന്ന് വിചാരിക്കുക. k1ന് -2, അപ്പോൾ -2 പ്ലസ് 2 ഇൻറ്റു k2 ഈക്വൽ ടു 1 കൊടുത്തു. അപ്പോൾ -2 പ്ലസ് 2 എന്ത് കിട്ടുന്നുണ്ട്? 0 എന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ k1ന് -2ഉം k2ന് 1ഉം കൊടുക്കുമ്പോഴും ഇക്വേഷൻ എന്താവുന്നുണ്ട്? 0 ആവുന്നുണ്ട്. സോ നമ്മൾക്ക് എന്ത് പറയാം? ഈ സെറ്റ് 1, 2 എന്ന് പറയുന്നത് എന്തല്ല? ലീനിയർലി ഇൻഡിപെൻഡൻ്റ് അല്ല, ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആണ്. k1 ഈക്വൽ ടു 0 k2 ഈക്വൽ ടു 0 ആവുമ്പോൾ മാത്രമേ ഈ ഇക്വേഷൻ 0 ആവുള്ളൂ എങ്കിലാണ് എന്ത് പറയുക? ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെന്ന് പറയാം. ഇവിടെ അല്ല, k1 ഈക്വൽ ടു -2ഉം k2 ഈക്വൽ ടു 1 കൊടുത്താലും ഈ ഇക്വേഷൻ എന്താവുന്നുണ്ട്? 0 ആവുന്നുണ്ട്. സോ ഈ സെറ്റ് 1, 2 എന്ന് പറയുന്നത് എന്താണ്? ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആണ്. അപ്പോൾ ഇത് നമുക്ക് എക്സാമ്പിൾസ് നോക്കാം.